ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു പിക്ക് ആൻഡ് ഈറ്റ്. ഇന്നത്തെ വ്ളോഗിൽ ഒരു ചെറിയ വ്ളോഗ് ആയിട്ടിക്കറ് മോർണിംഗ് സലാൽ പിടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ഒരു ചെറിയ വ്ളോഗ് ഞാൻ ഷെയർ ആക്കറേ. ഞാൻ ആഫ്റ്റർ സലാൽ പിന്നെ കിടാവിടെ മദ്രസത്തിക്കെല്ലാം കടത്തിയിട്ട് ഇങ്ങനെ തെല്ല് പറുത്ത് വിൻഡോസ് എല്ലാം ഓപ്പൺ ആക്കിയിട്ട് ഫ്രഷ് എയർ എല്ലാം എടുത്തോണ്ടിട്ട് പിന്നെ ഒരു തെല്ലേരം ഓരോ സ്കൈഡ് നോക്കറേ. അത് നമുക്ക് ചുമ്മാ ഇഷ്ടമായിത്തിക്കറ്. പിന്നെ അല്ലാ താല എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു നേച്ചർ എല്ലാം ആക്കിരല്ലേ, അതിലൊരു ഫീൽ ആക്കുന്നത് ഒരു ഫീലേ വേറെ ആയിട്ടിക്ക്. നിങ്ങൾ മോർണിംഗ് ഒരു സ്കൈരെ നോക്കിക്കൊണ്ടിരുന്നെങ്കിൽ സൺറൈസ് ആയോണ്ട് വണ്ടതും ആ ടൈമിൽ ഒരു സ്കൈരെല്ലാം കളേഴ്സും ചേഞ്ച് ആവിടെ, ഒരു ഫ്രഷ് എയറും അത് ഒരു മൈൻഡ് ഒരു ഫ്രഷ് ആക്കിയത്. പിന്നെ ഞങ്ങൾക്ക് ഒരു പീസ് മൈൻഡ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 5 to 10 minutes നോക്കുക. നിങ്ങൾ ഇൻഷാല്ല കോശിഷ് ആക്കൂറ് നോക്കോകൂ. എന്ന് വെച്ചാൽ ഞങ്ങൾ എന്ത് നോക്കിയത് സെയിം സ്കൈ നാളേക്കില്ല എന്തും സ്കൈ ഉണ്ടല്ല എന്തും അതിൽ. പിന്നെ ഞാൻ തെല്ലേരം നോക്കിയാൽ പിന്നെ ഫ്രഷ് എയറെല്ലാം എടുത്തിട്ട് ഇങ്ങനെ പ്ലാന്റ്സ്ಗೆല്ലാം തന്നിട്ട് വിടുറെ, അതിലെ ലീവ്സ്ಗೆല്ലാം തന്നിട്രെ. എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു 10 o'clock എല്ലാം ആകുമ്പോൾ നല്ല വെയിലെല്ലാം ഉണ്ട്. ഇപ്പൊ വിന്റർ ബട്ട് സ്റ്റിൽ ഒരു 10 o'clock പിന്നെ നല്ല വെയിലിക്കറ്. അപ്പൊ ആ ലീവ്സ്ಗೆല്ലാം തന്നിട്ടെങ്കിൽ അದ್ರ ಮೇಲೆ തണ്ണീരെ ഡ്രോപ്സസ് എല്ലാം ഇക്കുമ്പോഴത്തേക്കും ലീഫും ഒരു തെല്ല് കൂളിംഗ് സെൻസേഷൻ ഇക്കറ്. അത് കഴിഞ്ഞിട്ട് ഒരു ഫ്രഷ് പല ലുക്ക് ഇക്കറ്. പിന്നെ പ്ലാന്റ്സ് എല്ലാം ഇന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഫീൽ ഒരു ഹാപ്പി പല ഒരു ആ ഗ്രീൻ എല്ലാം നോക്കുമ്പോഴത്തേക്കും. പിന്നെ അപ്പാർട്ട്മെന്റിലെല്ലാം ഇക്കടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെറിയ പ്ലാന്റ്സ് എല്ലാം ഇട്ടതേ ബെസ്റ്റ് ആയിത്തിക്കറ്. ഞങ്ങൾക്ക് അതിമേ നോക്കി താമത്തേക്കും ഒരു ഹാപ്പി ഫീൽ ആവിടും. അതിൽ കെയർ ആക്കും, അങ്ങനെയുള്ള ടൈം എല്ലാം സ്പെൻഡ് ആവിടും. സോ അങ്ങനെല്ലാം ആക്കിയിട്ട് മോർണിംഗ് ഒരു 20 minutes നേച്ചർ ഒട്ടും തസ്ബി ദിക്റ് അതൊട്ടിಗೆ ചൊന്നോട്ട് ನಾನು ಸ್ಪೆಂಡ್ ಆಕ್ರೆ. ലൈറ്റ് ನನ್ನ മോർണിംഗ് ഡേ ഡ്രിങ്ക്സ് എല്ലാം എടുത്തോണ്ടിട്ട് പിന്നെ കിച്ചണിക്ക് ಬಂದೆ. ഇപ്പൊ ನಾನು ഇവിടെ മോർണിംഗ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് ആക്കോക്ക് ಬಂದೆ. ഒരു എടുത്തിട്ട് ನಾನು ഒരു 2-3 വലിയ സ്പൂണിൻ്റെ അത്ര ഓയിൽ ആഡ് ആക്കിയിട്ടുള്ളേ. ഓയിൽ നല്ല ഹീറ്റ് ആയാൽ പിന്നെ ഇതിന് ഞങ്ങൾ തെല്ല് മസ്റ്റർഡും പിന്നെ തെല്ല് ജീര ഉണ്ടല്ലേ അത് ആഡ് ആക്കിയിട്ട് കറി ലീവ്സ് ആഡ് ആക്കിയിട്ട് പിന്നെ ഓണിയൻ്റെ സ്ലൈസസിൽ കട്ടാക്കിയിട്ട് ആഡ് ആക്കിയോളുടെ. ടേസ്റ്റ് അക്കോർഡിംഗ് തെല്ല് സോൾട്ട് ആഡ് ആക്കിയോളുടെ. പിന്നെ തെല്ല് ಒಂದ್ರೆ ಬೇಳೆ ಇಟ್ರೆ ಒಂದ್ರೆ ಬೇಳೆ ಸ್ಮೆಲ್ ಇಟ್ರು ನಾವು ഇവിടെ പ്രിപ്പയർ ആക്കിയിട്ടുള്ളൂ സാബുദാനത്തോ കിച്ചടി. ഇದ್ರೆ ಬ್ಯಾರಿಲು ಸಾಗ್ ಚಂಡಾರು ഉപ്മാവും ചൊല്ലുക. നിങ്ങൾക്ക് സാഗ്ലരിയുടെ ഉപ്മാ സജ്ജികരി ഞങ്ങൾ അങ്ങനെ പ്രിപ്പയർ ആക്കുക. അതേപോലെ ഇതിൽ ഞങ്ങൾ പ്രിപ്പയർ ആക്കി എടുക്കണം. ಖಾರത്തിന് ನಾನು 3 ಗ್ರೀನ್ ಚಿಲ್ಲಿ ಸ್ಲಿಟ್ ಹಾಕಿಟ್ಟು ಆ್ಯಡ್ ಹಾಕಿಕೊಂಡ್ರೆ ಲೈಟ್ ಪಿಂಕ್ ಕಲರ್ ಬಂದಿತ್ತು. ഞങ്ങൾ ഇതിൽ ഫ്രൈ ആക്കിയിട്ട് സോഫ്റ്റ് ആക്കി എടുക്കണം. ഈസി ആയിത്തിക്കറ്. ഇങ്ങനത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനാണ് യാരത്തെ കിടാവു ഉച്ചയ്ക്ക് ലഞ്ച് ഇല്ലാത്തപ്പ, ഇല്ലെങ്കിൽ ഹാഫ് ഡേ ഇന്നപ്പ, ഇല്ലെങ്കിൽ സൺഡേ ഇന്നപ്പ. ಬಟ್ ಇದು ನಾನು ಸ್ಯಾಟರ್ಡೇ ಪ್ರಿಪೇರ್ ಆಗಿರೋ ಅಂಡ್ ನಂಗೆ ಮೋನುಗು ಹಾಫ್ ಡೇ ಅಂತ ಸ್ಕೂಲ್ ಬಿಟ್ಟಿತ್ತು ಬೇಗ ಮುಚ್ಚೆಗೆ ಮಕ್ಕ ಬಂದು ತಿన్నారు. ಅದು കഴിഞ്ഞിട്ട് ನಾನು ഇങ്ങനത്തെ ഒരു ഈസി ഉള്ള ഒരു റെസിപ്പി മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി വെക്ക് പിന്നെ വേഗവും ആവും അങ്ങനെ ആക്കിയെടുത്തുന്നെ. പിന്നെ മക്കളും ഉച്ചയ്ക്ക് ಬೇಗ വരുമ്പോൾ നമുക്ക് ലഞ്ച് കൊടുത്തല്ലേ ഹെവിയും സ്പെഷ്യലായ ഒരു റെസിപ്പി ആക്കുവാനിട്ട്. ഇപ്പം ഓണിയൻ എല്ലാം സോഫ്റ്റ് ആയിട്ട് ഇപ്പം ഇതിന് 1/2 ടീസ്പൂൺ അത്ര ടർമറിക് പൗഡർ ആഡ് ആക്കിയിട്ടില്ലേ. ടർമറിക് പൗഡർ ആഡ് ആക്കിയിട്ട് ഞങ്ങൾ നല്ല മിക്സ് ആക്കിയിട്ട് അതിൽ റോസ്മെൽ പോണ്ടി തോന്നുന്നു ഞങ്ങൾ ഒരു 2 to 3 minutes ഒട്ടുಗೆ ಬೇವಾಟಿ എടുക്കണം. അതിൽ സോട്ടേ ആക്കി എടുക്കണം. അതിൽ റോസ്മെൽ പോണ്ടി തോന്നും. റോസ്മെൽ പോയാൽ പിന്നെ ഞങ്ങൾ ഇതിന് ടേസ്റ്റിന് ഞങ്ങൾ ലെമൻ്റെ ആഡ് ആക്കുക. കുറിയങ്ങ് സ്കിപ്പ് ആക്കാറ് ഇഷ്ടമെങ്കിൽ ആഡ് ആക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പും ആക്കാം. നമുക്ക് തെല്ല ഒരു ലെമൺ ഇട്ടത് ഇഷ്ട. പിന്നെ ഞങ്ങൾ ഇങ്ങനെയുള്ള ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിലും ഇല്ലെങ്കിൽ ഞങ്ങൾ ലെമൻ്റെ ജ്യൂസ് ആക്കി കുടിക്കും. അങ്ങനെ എന്തും തെല്ല് ഞങ്ങൾ ലെമൺ ഞങ്ങളുടെ ഡെയിലിയുടെ റുട്ടീനിൽ ഒരു ലെമൺ ആയെങ്കിൽ ഞങ്ങൾ എടുത്തോളൂ. അപ്പം ഇത് ഞങ്ങൾ തട്ടും എക്സ്ട്രാ ഫാറ്റും എല്ലാം ബേർൺ ആക്കറ്, പിന്നെ ഹെൽത്തും നല്ല ഇക്കറ്. സോ ഞാൻ ഇങ്ങനെല്ലാം ആക്കിയിട്ട് ആഡ് ആക്കിയോളുടെ മോസ്റ്റ്ലി ഞാൻ ഇങ്ങനെ ഫുഡിലെ
ಇಂಟೇಕ್ ಹಾಕೋ ಕೋಶಿಶ್ ಹಾಕ್ರೆ ಅಪ್ಪ ಎಲ್ಲಾರ್ಗೂ ತಿನ್ನೋಗು ಮಾವ್ರು ಮಕ್ಕಳು ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ എന്തും ഇട്ട് കൊടുത്താൽ അതിൽ പുളി ഉണ്ട് മോനോ ಯಾರത്തೋ അങ്ങനെ പുളി ഉണ്ട് മമ്മ എനിക്ക് വേണ്ട അങ്ങനെ ചൊല്ലാണ് സോ ഇങ്ങനെ ആക്കി കൊടുത്താൽ തിന്നറാറ് ഒരു ലെമന്റെ ആഡ് ആക്കിയിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് പിന്നെ ഇതിക്ക് ഞങ്ങൾ സാഗരി ഇട്ടുಬಿಡೋನು സാബുദാനത്തെ ആഡ് ആക്കിയോളൂ സാഗരി ನಾನು ನೈಟ್ಗೆ ವಾಶ್ ಹಾಕಿತ್ತು ಸೋಕ್ ಹಾಕಿ വെച്ചിരുന്നേ സോ അതിൽ എക്സ്ട്രാ വാട്ടർസ് എല്ലാം ഞാൻ എടുത്തിട്ട് പിന്നെ ഇപ്പൊ ഇതിക്ക് ഞാൻ ആഡ് ആക്കിയോളുടെ ನಾನು ಮಸಾಲೆಗೆ ಫೈನ್ ಆയിട്ട് ചോപ്പ് ആക്കിയ കൊറിയാണ്ടർ ലീവ്സ് ആഡ് ആക്കിയുണ്ട് ಮೇಲ್ದೆ ಇಡ್ರೆ ಕಾಣ ഇങ്ങനത്തെ തിങ്സ് ഞങ്ങൾ സജ്ജിಗೆ ಹಾಕೊಂಬತ್ತಿಗೂ ഇല്ലെങ്കിൽ ഉപ്മ ಹಾಕೊಂಬತ್ತಿಗೂ और ഞങ്ങൾ ഇങ്ങനത്തെ ಎಲ್ಲ ಐಟಮ್ಸ್ ಕಿಚಡಿ ಹಾಕೊಂಬತ್ತಿಗೂ ಅದಕ್ಕೆಲ್ಲ ಫಸ್ಟಿಗೆ ಮಸಾಲೆಯಲ್ಲಿ ಕೊರಿಯಾಂಡರ್ ಲೀವ್ಸ್ ಆಡ್ ಹಾಕಿಂಗ್ ಈಕ್ವಲ್ ಆಯ್ತು ഞങ്ങൾ മിക്സിങ് ಹಾಕೊಂಬತ್ತಿಗೂ ಅದಕ್ಕೆ ಮಿಕ್ಸ್ ആവുರು ഇല്ലാണ്ട് ടൈം അതെന്താ ഒരു മൂത്ത് യാരം ഒരു മൂത്ത് കൊരടി അങ്ങനെ മിക്സ് ആവുರು ಸೊ ನಾ ಕೊರಿಯಾಂಡರ್ ಲೀವ್ಸ್ ಮಸಾಲೆಯಲ್ಲಿ ಆಡ್ ಹಾಕ್ರು ಅದು ಬೆಟರ್ ಉಂಟು ಅವರು ಸೊ അങ്ങനെ മിക്സ് ആക്കിയിട്ട് ഒരു 5 minutes ಆದ್ರೆ മീഡിയം ഫ്ലെയിമിൽ മുച്ചിട്ട് ഞങ്ങൾ വേവാട്ടിയോണു മിഡിൽ ചെക്കാക്കിക്കൊണ്ടിരിക്കണം ഇത് അത് എടുത്ത് സ്റ്റിക്ക് ആവാത്ത പോലെ ഒരു 2 to 3 minutes നടുവിൽ ഞങ്ങൾ അവർക്ക് ചെക്കാക്കി നല്ല മിക്സ് ആക്കിയോണു പിന്നെ പാടെ ഞാൻ ഇതിനെ മുച്ചിട്ട് ഒരു 2 to 3 minutes ಒಟ್ಟು ಟೋಟಲ್ ಆಯ್ತು ഒരു 8 minutes ഞങ്ങൾ ഇതിൽ വേവാട്ടി എടുക്കണം വേഗമേ ആവരു പിന്നെ ഈസി ഉണ്ട് ഇങ്ങനെ വേവാട്ടി എടുത്തിട്ട് ഞങ്ങളുടെ കൂടെ ഇപ്പൊ ഒരു 8 minutes ആയി ടോട്ടൽ ആയിട്ട് 8 minutes ഞാൻ കുക്ക് ആക്കിരും ഞങ്ങള് സാബുദാനത്തെ കിച്ചടി റെഡി ഉണ്ട് ഹെൽത്തി ഇക്കറ് പിന്നെ ഡയറ്റ് ആക്കറ് നമുക്ക് ബെസ്റ്റ് ആയിട്ട് ഇക്കറ് ബോഡിക്ക് ഒരു കൂൾ പോലത്തെ ഒരു ഇത് കൊടുക്കരു അതെന്ത് ഹീറ്റ് പല ആയെങ്കും ഇതാക്കിയിട്ട് തിന്നാം സോ ഞങ്ങൾ ഈസി ആയി സാബുദാനത്തെ കിച്ചടി റെഡി ഉണ്ട് ഇതിലൊട്ടിಗೆ ನಾನು ഫ്രഞ്ച് ടോസ്റ്റ് ആക്കി തിന്നെ ഫ്രഞ്ച് ടോസ്റ്റ് റെസിപ്പി എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ഉണ്ട് നോക്കാത്ത നിങ്ങൾ പ്ലീസ് പോയിട്ട് നോക്കൂ പിന്നെ ഇന്നത്തെ ഈ വീഡിയോയും ഈ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ನನ್ನ ಚಾನಲ್ದು ರೆಸಿಪೀಸ್ ಎಲ್ಲ ನನ್ನ ವಿಡಿಯೋಸ್ ಎಲ್ಲ ಲೈಕ್ ಆയെങ്കിൽ നിങ്ങളെ ഫാമിലിയും ഫ്രണ്ട്സിനൊട്ടിಗೂ ഷെയർ ആക്കರು സബ്സ്ക്രൈബ് ആക്കರು കമന്റ് ആക്കೋ മറക്കണ്ട സബ്സ്ക്രൈബ് ആക്കാത്തങ്ങനെ സബ്സ്ക്രൈബ് ആക്കರು ಥ್ಯಾಂಕ್ ಯು ಫಾರ್ ವಾಚಿಂಗ್.